അതായത് അദ്ദേഹം പറയുന്നത് 84th അമെന്റ്മെന്റിന്റെ ബേസിസിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ബേസ് ഡാറ്റ 2011 സെൻസസ് ആണ്. ഞാനിപ്പോൾ അസതയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇത് ഡീലിമിറ്റേഷൻ ബിൽ 2026 എന്ന് പറഞ്ഞുകൊണ്ട് എം പിമാർക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ഡേറ്റ. അതിന്റെ ലക്ഷ്യം എന്താ? അതിന്റെ അത് പോപ്പുലേഷൻ അത് അയാളോട് മിണ്ടായിരിക്കാൻ പറയും. അങ്ങ് പറഞ്ഞ ലോയാ വായിക്കുന്നത്. അതിന്റെ അത് പറഞ്ഞത് എന്താ? Population means the population ascertained at the latest census at the time of this bill എന്നാണ് അത് പറയുന്നത്. അതായത് ഈ ബില്ലിന്റെ സമയത്തുള്ള ലേറ്റസ്റ്റ് സെൻസസ്. ഈ ബില്ല് അടുത്ത ദിവസമാണ് പാസ്സാകാൻ പോകുന്നത്. അപ്പൊ 2027 സെൻസസ് ഒരു കാരണവശാലും ആസ് പെർ ദിസ് ബിൽ എന്താവില്ല, ലേറ്റസ്റ്റ് സെൻസസ് ആവില്ല. നിലവിൽ ഈ ബില്ല് പാസ്സാകുമ്പോൾ, അതായത് ഈ ബില്ലിൽ തന്നെ പറയുന്നത് എടുത്തു നോക്കിയാൽ, ഈ ബില്ല് പാസ്സാകുന്ന സമയത്ത്, പാസ്സായാൽ അല്ലെങ്കിൽ ബില്ല് പ്രസന്റ് ചെയ്യുന്ന സമയത്തെ ബില്ല് എംപിമാർക്ക് കൊടുത്തതിനെ കുറിച്ച്, എംപിമാർക്ക് കൊടുത്ത ആ ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. 84ാം ഭരണഘടനാ ഭേദഗതി എന്താ പറയുന്നത്? അല്ല, നിങ്ങൾ ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നതിൽ ആ ബില്ലിൽ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം 84th അമെന്റ്മെന്റിന്റെ കൺസ്ട്രെയിൻ മാറ്റുക എന്നുള്ളതാണ്. മനസ്സിലായോ? ആ കൺസ്ട്രെയിൻ എടുത്തു മാറ്റിക്കൊണ്ട് 2026 പൂർത്തിയാകാൻ പോകുന്നത്, 2027 സെൻസസ് വരെ വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. അങ്ങ് പുതിയ ബില്ല് വായിക്കൂ. അങ്ങ് 2001 2005 ബില്ലൊന്നും വായിക്കണ്ട. ഞാൻ ബില്ല് വായിച്ചു. ആ ബില്ലിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നുണ പറയുമ്പോ ഉണ്ടാവുന്ന പ്രശ്നം. ഞാൻ ബില്ലാണ് വായിച്ച് കേൾപ്പിക്കുന്നത് ശ്രീ പത്മനാഭൻ. അങ്ങത് കേൾക്കാതെ ഇങ്ങനെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നാൽ ഒരു സാധാരണ ബില്ലിന് ഭരണഘടനാ ഈ ചർച്ചയിൽ അതുപോലെ. പക്ഷേ ഇത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട അതിന്റെ ലീഗൽ ടെക്നിക്കാലിറ്റിയാണ് സംസാരിക്കുന്നത്. അത് ജനം കേൾക്കണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങ് ഒരു മിനിറ്റ് ഒന്ന് വഴങ്ങൂ. അങ്ങ് പറഞ്ഞെന്താ? 84th അമെന്റ്മെന്റ്. ആ 84th അമെന്റ്മെന്റ് പ്രകാരമാണ് നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് 2027 സെൻസസിന് ശേഷം മാത്രമേ ഇങ്ങനൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ബില്ലിൽ തന്നെ നിങ്ങൾ പറയുന്ന രണ്ടാം പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ബില്ലിൽ നിങ്ങൾ വാട്ട് ഈസ് പോപ്പുലേഷൻ അല്ലെന്നേ പറയട്ടെന്ന്. പിന്നെന്തിനാ ഇപ്പോൾ നിങ്ങൾ ബില്ല് കൊണ്ടിരുന്നത്? ഇപ്പൊ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആ കൺസ്ട്രെയിൻ എടുത്തു മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ബില്ലിൽ 2026 ശേഷം നടക്കാൻ പോകുന്ന 2027 സെൻസസ് നടപടിക്ക് ഇല്ലെന്ന്. ആ ബില്ല് അവതരിപ്പിക്കുന്നതാണോ നടപടിക്രമം? അല്ലല്ലോ. നോ. ബില്ല് അവതരിപ്പിക്കുന്ന നല്ല നടപടിക്രമം. ഒന്നെങ്കിൽ അങ്ങ് ആരോ മണ്ടനാക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങ് മണ്ടത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സാമാന്യ ലീഗൽ സെൻസ് എന്താ ഈ ബില്ലിന്റെ പോപ്പുലേഷനെ പറ്റി പറഞ്ഞത്? മറ്റുള്ളവർക്കും ഉണ്ടാകുമല്ലോ ശ്രീ പത്മനാഭൻ. ഇപ്പോൾ വസന്തിന്റെ അവസരമാണ്. അദ്ദേഹം അത് പൂർത്തിയാക്കട്ടെ. അദ്ദേഹം ബില്ലിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്റെ സഹിഷ്ണുത ഇല്ലാണ്ടാക്കി ഇരുന്നിട്ടില്ലേ? പോയില്ലേ? അത് നിങ്ങൾ മണ്ടന്മാരായിട്ടാണോ? പാർലമെന്റിൽ ആപ്കി ബാർ ചാക്സോ പാർ എന്ന് പറഞ്ഞു നടന്നിട്ട് നിതീഷ് കുമാറിന്റെയും മറ്റേ തെലുങ്ക് ദേശം പാർട്ടിയുടെ അവസ്ഥ ഉണ്ടായില്ലേ? അത് നിങ്ങൾ മണ്ടന്മാരായിട്ടാണോ? അതുകൊണ്ട് പാർലമെന്റിലെ സീറ്റിന്റെ കണക്കൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ല, ഉത്തർപ്രദേശിൽ നിങ്ങൾ പറയും പോയില്ലേ? നിതീഷ് കുമാർ തെലുങ്ക് ദേശം പാർട്ടി നിങ്ങളുടെ അതിൽ കൂടുതൽ എന്ത് ബല നിങ്ങളുടെ സർക്കാരിനുള്ളത്? എന്ത് ബല നിങ്ങളുടെ സർക്കാരിനുള്ളത്? നിങ്ങളുടെ നായകൻ വിളിച്ചു പറഞ്ഞോണ്ടോ എവിടെ ചാക്സോ പാർ പത്മനാഭ? പാർലമെന്റ് സീറ്റിന്റെ ബേസിസിലൊന്നും ഒരു പാർട്ടി അങ്ങ് വിലയിരുത്താൻ നിൽക്കണ്ട. അത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ഉള്ള മെജോറിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഡിഫീറ്റഡ് ആയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി തോറ്റുപോയി. അവിടെ അത് വിട്ട് വർത്താനം പറ. ഞങ്ങൾ 2 സീറ്റ് ഞാൻ പറഞ്ഞത്
പോപ്പുലേഷൻ എന്നതുമായി ബന്ധപ്പെട്ട ഒരു അതൊന്നും പറയണ്ട. ഡെഫിനിഷൻ ഈ ബില്ലിൽ നൽകിയിട്ടുണ്ട്. ആ ബില്ല് പറയുന്ന പോപ്പുലേഷൻ ലേറ്റസ്റ്റ് സെൻസസ് ഡാറ്റയാണ്. ലേറ്റസ്റ്റ് സെൻസസ് ഡാറ്റ എന്ന് പറയുന്നത് നിലവിൽ അത് 2011 ഡാറ്റയാണ്. ഇനി അങ്ങ് പറയുന്നത് പോലെ 2027 നടക്കുന്ന സെൻസസിന് ശേഷം മാത്രമാണ് ഈ ബില്ല് ആക്ട് ആവാൻ പോകുന്നതെങ്കിൽ എന്തിനാണ് 10 ദിവസം കൂടി കാത്തിരിക്കാതെ 29-ാം തീയതി അവസാനിക്കാൻ പോകുന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിന്, 29-ാം തീയതി കൊണ്ട് അവസാനിക്കാൻ പോകുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്, ആസാം തെരഞ്ഞെടുപ്പിന് കാത്തിരിക്കാതെ 10 ദിവസം മുമ്പ് പെട്ടെന്നൊരു ദിവസം ഓട് പൊളിച്ച് നൂലിൽ കെട്ടി ഈ ബില്ല് അവതരിപ്പിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ 13-ാം തീയതി, ഈ പറയുന്ന 16-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് 29-ാം തീയതി ഈ സംസ്ഥാനങ്ങളിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് തീരും. എന്താ നിങ്ങൾക്ക് 10-12 ദിവസം കാത്തിരുന്ന പ്രശ്നം? 27-ആണ് ബേസ് ഡേറ്റ് എങ്കിൽ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ അസതയ്ക്ക് അയച്ചു, പ്രിയപ്പെട്ട പത്മനാഭൻ അങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും BJP MPയോട് ചോദിച്ചാൽ അങ്ങേക്ക് ഈ ബില്ല് ലഭ്യമാകും. അത് വായിച്ചു നോക്കൂ. ആ ബില്ലിൽ പറയുന്നത് ഈ 84th അമെന്റ്മെന്റിന്റെ 2026 സെൻസസ് ബേസ് ഡേറ്റ എന്ന് പറയുന്ന കൺസ്ട്രെയിൻ എടുത്തു മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ ബില്ലിൽ. അതിന്റെ അർത്ഥം 2011 സെൻസസിന്റെ ബേസ് ഡേറ്റ വെച്ചുകൊണ്ടാണ് നിങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോകുന്നത്. ഇനി ഞാൻ വായിച്ച കാര്യമാണല്ലോ, ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ ചർച്ചയില്, എന്നിട്ട് അങ്ങനെ കേൾക്കാൻ തയ്യാറായിട്ട് എന്താ? ജനങ്ങളെ കേൾക്കാൻ സമ്മതിക്കൂ. ഇനി പോട്ടെ, 2027 നിങ്ങളുടെ ബേസ് ഡേറ്റ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും പ്രശ്നമാണല്ലോ. 2027 ആകുമ്പോൾ 140-150 കോടി ജനമുള്ളിടത്ത് 10 ലക്ഷത്തിന് 1 MP ആണെങ്കിൽ, നേരത്തെ മോഹൻ വർഗീസ് സാർ അത് ചോദിച്ചു, നിങ്ങൾ 1400 MPമാരെ കൊണ്ടുവരുമോ? 1400 MPമാരെ കൊണ്ടുവരുമോ? ഇല്ലല്ലോ. അത്രയും പേർക്ക് നിങ്ങൾ സീറ്റ് അലോക്കേറ്റ് ചെയ്യോ? കൃത്യമായ പ്രാതിനിധ്യം പാർലമെന്റിൽ ഉറപ്പാക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.